നമസ്കാരം. ദില്ലിയിൽ 8 പേരുടെ മരണത്തിന് കാരണമായ ഒരു സ്ഫോടനം നടന്നു. അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ. അപ്പോഴാണ് മറ്റു വീഡിയോസ് ഞാൻ യാദൃശ്ചികമായി കാണാനിടയായത്. ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ 100 ദിവസം ഒരു മുറിയിലിരുന്നു എന്ന് പറഞ്ഞ് ഒരു കപ്പും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് സ്വീകരണമായിട്ട് വരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ പത്മശ്രീ കിട്ടിയിട്ടോ അല്ലെങ്കിൽ മദർ തെരേസ അവാർഡ് കിട്ടിയിട്ട് വരുന്നു എന്നല്ല. ഒരു മുറിയിൽ 100 ദിവസം താമസിച്ചതിന് ഒരു കപ്പ് കിട്ടി. അതിന് മണ്ടന്മാരായ ജനങ്ങൾ സ്വീകരണം നടത്തുന്നു. ഒരു മുറിയിൽ 100 ദിവസം നിന്ന് അവരവരുടെ തനി സ്വരൂപം പുറത്തുവിടുകയും കപ്പ് കിട്ടാൻ വേണ്ടി കരയുകയും പിഴിയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നടന്ന് ഒരു കപ്പ് കിട്ടിയതിന് സ്വീകരണം. എന്നാൽ മറ്റു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഡൽഹിയിൽ 8 പേരുടെ മരണത്തിനിടയായ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ മറ്റു സ്ഥലത്ത് ആഘോഷം. എന്തിനാണ് ആഘോഷം? ഒരു ഷോയിൽ, ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കപ്പ് കിട്ടിയത്. അത്രയും വലിയ സംഭവമൊന്നല്ല അത്. നാഷണൽ അവാർഡ് കിട്ടുകയോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മദർ തെരേസ അവാർഡ് കിട്ടുകയോ എന്നല്ല. ഒരു ബിഗ് ബോസ് ഷോയിൽ കിട്ടിയ ഒരു അവാർഡിന് സ്വീകരണം. വളരെ ജാഗ്രതാ നിർദ്ദേശം നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ആഘോഷങ്ങൾ, ഈ ഒരു കൂറ റിയാലിറ്റി ഷോയിൽ വന്നുണ്ടായ ആഘോഷങ്ങൾ എല്ലാവരും ക്യാൻസൽ ചെയ്യണമെന്ന് ദയവായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഡൽഹിയിൽ നടന്ന സംഭവം എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.